നിങ്ങൾ എന്തിനാ എന്നെ കാണണോന്ന് പറഞ്ഞേ? നിങ്ങളെ മുഖം കണ്ടിട്ട് എന്താ പ്രശ്നമുണ്ടല്ലോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തി? നിന്റെ അച്ഛനെ കുറിച്ച് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് തെറ്റാ നിന്റെ അച്ഛനോട് ഞാൻ ചെയ്തിനി? എന്താ അങ്ങനെ പറഞ്ഞേ? കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് എന്റെ കുറെ കല്യാണ ആലോചനകൾ മുടങ്ങി. ആദ്യം വിചാരിച്ചത് ഞാൻ തന്നാലെ മുടങ്ങിയത്, പിന്നെ തിരിഞ്ഞ് നിന്റെ അച്ഛനാ മുടക്കുന്നത്. ഏത് സുന്ദരന്റെ മോൻ ശ്രീകാന്ത? സുന്ദരന്റെ മോനല്ല, അച്ഛന്റെ പേര് കൃഷ്ണൻ അല്ലേ? കൃഷ്ണൻ. ഓ, നമ്മളെ കൃഷ്ണന്റെ മോൻ ശ്രീകാന്ത്. അല്ല, ചോദിക്കുന്നതൊന്നും വിചാരിക്കണ്ട. അവിടെ നിനക്ക് എന്തിപ്പോ പ്രത്യേകിച്ച് വിശേഷം? അല്ല, ഈ ശ്രീകാന്ത് ഞങ്ങളെ കുട്ടീനാ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ വീടും പരിസരം നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ പെണ്ണിന്റെ മുത്തപ്പൻ. അപ്പൊ ഞാനാ ഇത് ഇളയപ്പൻ. അതെ, ഇളയപ്പൻ. എന്നിട്ടിപ്പോ ഈ ഇളയപ്പനും മുത്തപ്പനും കൂടി കല്യാണം ഉറപ്പിച്ചിട്ടപ്പാ ചെക്കനെ കുറിച്ച് കാര്യങ്ങൾ അറിയണമല്ലോ. ഓ, അപ്പൊ നിങ്ങൾ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? പ്രശ്നമുണ്ട്. അതിപ്പോ ഞാനെങ്ങനെ നിങ്ങളോട് പറയല്? ചെക്കന് ഈ അടിയും പുതിയിട്ടുണ്ട്. തല്ലും പിടിയെല്ലാം നമ്മ ആണുങ്ങൾക്കില്ലെന്നല്ലേ അല്ലേ മുത്തപ്പ? അതെ. അയ്യോ, ഇത് അതല്ല, ഇത് മറ്റത്. ഏത്? അത് ഈ സ്ത്രീ വിഷയമാണെങ്കിൽ പിന്നെയും പറയായിരുന്നു. ഇതല്ല, ഇത് മറ്റത്. ഇത്രയും വൃത്തിയായിട്ടാണ് അവൻ. LGTV. അല്ല, ഇത് നിങ്ങൾ ആരോടും പറയുന്നും വേണ്ട. ഞാൻ നമ്മ തമ്മിൽ ഒരു ബന്ധത്തിന്റെ പുറത്ത് പറഞ്ഞൊന്നുമില്ലോ. നമ്മളെ കുഞ്ഞിന്റെ ഭാവിയല്ലേ വലുത്. അല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ല. നിങ്ങൾ ആരോടും പറയുന്നും വേണ്ട. ഇല്ല, ആരോടും പറയില്ല. മുത്തപ്പ, വണ്ടി തിരിച്ചുവിടെ. അങ്ങനെ ഓന്റെ 21ാമത്തെ കല്യാണവും ഞാൻ മുടക്കി. കണാരട്ടാ, നിങ്ങൾ അറിഞ്ഞിട്ടേ എന്തെന്ന്? നിങ്ങൾ മോളെ മകളെ കഴിഞ്ഞു. എന്താ മോള്? എന്നിട്ട് ഓള് എന്നെ വിളിച്ചിട്ടില്ലോ? ഓളിനെപ്പോഴും അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ തന്നെ കഴിഞ്ഞ. ഓ, സമാധാനായി. ഒന്നിനല്ല എന്ത് വില ഇപ്പോ. അമ്മാവാ, ഇതാ വന്നല്ലോ. ഇവനാ? കുറെ ഇല്ലാത്ത കഥകൾ വരുത്തിയിട്ട് തന്നെയാണ് എന്റെ കല്യാണം എല്ലാം മുടക്കുന്നത്. ഇതുപോലത്തെ പ്രശ്നങ്ങളായിട്ട് കുറേ ആള് വന്നിട്ടുണ്ട്. അച്ഛൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എന്റെ അച്ഛനോട് പറയണം എന്നെ ഉപദ്രവിക്കാൻ വരില്ലാന്ന്. ശ്രീകാന്തേട്ടാ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. അതിന് നിന്റെ അച്ഛൻ എന്നെ ഇഷ്ടമല്ലല്ലോ. അത് അച്ഛന്റെ തീരുമാനമായിരിക്കും, പക്ഷെ എന്റെ മനസ്സ് എന്റെ തീരുമാനം.